ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം ശതോത്തര സുവർണ ജൂബിലി വർഷത്തിനോടനുബന്ധിച്ച് സാന്റ് ജോസ് വോയിസ് ബുള്ളറ്റിൻ കമ്മിറ്റി പ്രൊമോ റീൽ പുറത്തിറക്കി. റെക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഡിറ്റർ പ്രൊഫസർ ഇ ഡി ജോൺ അധ്യക്ഷനായ ചടങ്ങിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, PRO റാഫി നിലങ്കാവിൽ തുടങ്ങിയ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പ്രസംഗിച്ചു. രോഗാവസ്ഥയുടെ കാലഘട്ടത്തിൽ കർത്താവിന്റെ ക്ഷമ ഞാൻ അറിഞ്ഞിരുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. 38 ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനു മുൻപായി പൊതുസദസ്സിനൊപ്പമുള്ള ത്രികാല ജപമാല പ്രാർത്ഥനയ്ക്കായി തയ്യാറാക്കിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പങ്കുവച്ചത്. ഇസ്രായേൽ ബോംബാക്രമണം പുനരാരംഭിച്ചതിലുള്ള ദുഃഖവും മാർപ്പാപ്പ തന്റെ സന്ദേശത്തിൽ രേഖപ്പെടുത്തി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണം പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. ജനനം മുതൽ മരണം വരെ മനുഷ്യജീവൻ സംരക്ഷിക്കണമെന്ന് അനുസ്മരിപ്പിച്ച് വലൻസിയ ആർച്ച് ബിഷപ്പ് എൻറിക് വിദാൽ മാർച്ച് 25-ന് ആചരിക്കുന്ന ഗർഭസ്ഥ ശിശുദിനത്തോടനുബന്ധിച്ചുള്ള ആഹ്വാനത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പങ്കുവച്ചത്. മാർച്ച് 25-ന് കർത്താവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന് മാലാഖ നൽകിയ അറിയിപ്പ് അനുസ്മരിക്കുന്ന മംഗളവാർത്ത തിരുനാളും ഗർഭസ്ഥ ശിശുക്കളുടെ ദിനവും ഒരേ ദിവസം ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ജീവൻ സംരക്ഷിക്കുന്ന പ്രത്യാശ വിതയ്ക്കുന്നതാണ് എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം കത്ത് പ്രസിദ്ധീകരിച്ചത്. 800 വർഷങ്ങൾക്ക് മുൻപ് പകർത്തിയെഴുതിയ അമൂല്യ ബൈബിൾ പൊതുപ്രദർശനത്തിനു ശേഷം തിരികെ ഇംഗ്ലണ്ടിലെ സാലിസ്ട്രി കത്തീഡ്രലിൽ തിരികെ എത്തിച്ചു. സാരം മാസ്റ്റർ ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ ബൈബിൾ ഇപ്പോൾ സാലിസ്ട്രി കത്തീഡ്രലിലാണുള്ളത്. 17 സെന്റിമീറ്റർ ഉയരമുള്ള അതിന്റെ പേജുകളിലുള്ളത് ബൈബിളിന്റെ ലാറ്റിൻ കയ്യെഴുത്തു പ്രതിയാണ്. 1240കളിലും 1250കളിലും സജീവമായിരുന്ന ഇംഗ്ലണ്ടിലെ ആദ്യകാല പ്രൊഫഷണൽ പുസ്തക കലാകാരന്മാരിൽ ഒരാളായ സാരം മാസ്റ്ററാണ് ഇത് പകർത്തിയെഴുതിയത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിശുദ്ധ നാട്ടിലേക്കുള്ള ചരിത്രപരമായ തീർത്ഥാടനത്തിന് 25ാം വാർഷികം ആഘോഷിച്ച് ജോർദാൻ. പോൾ ആറാമൻ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് മുൻപ് ജോർദാൻ സന്ദർശിച്ചത്. ജോർദാന്റെ സന്ദർശന വേളയിൽ ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ജോർദാനിലെ മതസ്വാതന്ത്ര്യത്തെ പ്രശംസിച്ചും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സംസാരിച്ചിരുന്നു. 25ാം വാർഷികത്തോടനുബന്ധിച്ച് ജോർദാൻ ബാപ്റ്റിസം സൈറ്റിൽ പുതിയ ദേവാലയത്തിന്റെ കൂദാശ കർമ്മവും നടന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.